അമേരിക്കൻ ഇന്ത്യൻ സൗഹൃദത്തിന് ട്രംപ് എല്ലാ കാലത്തും ഒരു വില കൽപ്പിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ഒരു പ്രതീക്ഷ അസ്ഥാനത്തേക്കാണ് ഈ ഒരു ഇന്ത്യ പാക് സംഘർഷത്തിൽ പോയപ്പോൾ നമ്മൾ കണ്ടത്. ഇനി എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഈ ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാടിലേക്കാണോ അമേരിക്ക പോകുന്നത്? ശരിക്കും പാകിസ്ഥാനുമായി ഒരു കച്ചവടം ഉറപ്പിക്കും? ആ ചോദ്യത്തിന് ഉത്തരം രണ്ട് തലത്തിൽ വേണം വരുന്നത്. ആദ്യം ഞാൻ ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യം തന്നെ പറയാം. അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയത്തില്ലേ, ദീപസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം പണം. ട്രംപിൻ്റെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും എല്ലാം പണത്തിലാണ്. അത് വിശാലമായ അർത്ഥത്തിലാകുമ്പം അമേരിക്കയുടെ സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് ഒന്ന്. അതുപോലെ തന്നെ കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു, ട്രംപിൻ്റെ ബിസിനസ് താല്പര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതിൻ്റെ തെളിവാണ് എനിക്ക് തോന്നുന്നത് ഏപ്രിൽ 28 തോന്നുന്നു, പാകിസ്ഥാനിൽ, അതായത് നമ്മുടെ ഈ പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ തമ്മിൽ ഇത്രയും കൃത്യമായ ഒരു സംഘർഷത്തിൻ്റെ സാധ്യത ഉരുത്തിരിഞ്ഞ് വരുമ്പം അവിടെ വേറൊരു കാര്യം സംഭവിച്ചു. ട്രംപിൻ്റെ 2 മക്കൾ, ഒരു മരുമകൻ, ഇവരെല്ലാം ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേര് WLFI എന്നാണ്, വേൾഡ് ലിബർട്ടി ഫൈനാൻസ്, WLFI. ഈ WLFI പാകിസ്ഥാൻ ഗവൺമെൻറ്റുമായിട്ട് ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിൻ്റെ വലിയൊരു ഡീൽ ഒപ്പിട്ടിരിക്കുന്നു. അത് സൗത്ത് ഏഷ്യയിലെ ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിൻ്റെ ഹബ്ബായിട്ട് പാകിസ്ഥാനെ മാറ്റാൻ വേണ്ടിയാണ്. പാകിസ്ഥാനിലെ ഡോൺ പത്രം പോലും, പ്രധാനപ്പെട്ട പത്രമാണ്, അവർ പോലും ഈ നീക്കത്തിൽ സംശയം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ട്രംപ് ഇവിടെ യുദ്ധസമാനമായ സാഹചര്യം എല്ലാം നിലനിൽക്കുമ്പോഴും പാകിസ്ഥാനിലെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കച്ചവടത്തിൻ്റെ സാധ്യത, മക്കൾക്കും 2 മക്കൾക്കും മരുമകനും ഒക്കെ ഉപയോഗപ്രദമാകുന്ന ഒരു കച്ചവട സാധ്യതയ്ക്ക് വേണ്ടി പോയത്. അങ്ങനെ ചെയ്യുമ്പം ജോ ബൈഡൻ ആണെങ്കിലും ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ബാരക് ഒബാമയാണെങ്കിലും ഒക്കെ അമേരിക്കയിലെ പ്രസിഡന്റുമാരെ കുറിച്ചൊക്കെ പൊതുവെയുള്ള ഒരു ആരോപണമെന്ന് പറയാം, അല്ലെങ്കിൽ ധാരണ എന്ന് പറയാം. അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, അവരുടെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക താല്പര്യം നോക്കിയുള്ള ഇടപെടലുകൾ പലപ്പോഴും നടത്തിയിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ്. അതുകൊണ്ട് രജനി ആദ്യം ചോദിച്ച ചോദ്യം കറക്റ്റാണ്. ട്രംപ് അവിടെ ഒരു കച്ചവടത്തിൻ്റെ സാധ്യത തേടിയിരിക്കുന്നു. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, അമേരിക്ക, അതിപ്പം ഐസൻഹോവറുടെ കാലം തുടങ്ങിയാലും ആദ്യം ഭാരതത്തിൽ വന്ന് ഭാരതത്തിലെ പാർലമെൻറ്റിനെയാണെന്ന് എനിക്ക് തോന്നുന്നു 1948 അന്ന് വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പം സംബോധന ചെയ്ത റിച്ചാർഡ് നിക്സൺ തൊട്ട് അടുത്ത കാലത്ത് ഇവിടെ വന്ന വൈസ് പ്രസിഡന്റ് JD വാൻസ് വരെയുള്ളവർ മുഴുവൻ, ഇവരെല്ലാവരും ഭാരതവുമായി എന്തെല്ലാം ബന്ധമുണ്ടെങ്കിലും അവരുടെയൊക്കെ താല്പര്യങ്ങൾ അവരൊക്കെ കൂടെ ചേർത്ത് എത്തിയിരുന്നത് പാകിസ്ഥാനെയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പല വിവരങ്ങളുണ്ട്. അത് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയ ആ നയതന്ത്രപരമായ അബദ്ധങ്ങളുടെ ചരിത്രം അവിടെ പറയാനുണ്ട്. അമേരിക്കയുടെ താല്പര്യമുണ്ട്. പിരിഞ്ഞുപോയ കാലത്ത് ഇംഗ്ലണ്ട് പ്രത്യേകിച്ചും അവരുടേതായി കരുതിയ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്യാൻ സമയമില്ല. എങ്കിൽ തന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് ഓർക്കുക, അമേരിക്ക ഒരിക്കലും ഭാരതത്തോടൊപ്പമല്ല. ഇത് പറയുമ്പോൾ ഒരു ചോദ്യം വരാം, പക്ഷെ ഡൊണാൾഡ് ട്രംപ് ഭാരതത്തിന് താല്പര്യം നോക്കുമെന്നല്ലേ നരേന്ദ്രമോദി പ്രതീക്ഷിച്ചത്? ഇവിടുത്തെ പൊതുജനം പ്രതീക്ഷിച്ചൊരു ചോദ്യം വരാം. അവിടെ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാനുണ്ട്. അതൊരു പക്ഷേ കേസരി ആ വാരികയ്ക്കകത്ത് ഞാനൊരു ഡിസംബറിൽ എഴുതിയൊരു ആർട്ടിക്കിളിൻ്റെ അവസാന പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിലെ പ്രസിഡന്റ് നിലയിൽ ഡൊണാൾഡ് ട്രംപിന് ഇത് അവസാനത്തെ ചാൻസാണ്.
രണ്ടാമത്തെ ചാൻസ്. അവിടെ 2 പ്രാവശ്യത്തിൽ കൂടുതൽ മത്സരിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പം അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എന്നാണ്. ഒന്ന്, പരസ്യമായ പ്രഖ്യാപിത ലക്ഷ്യം അതാണ്. ഒപ്പം തന്നെ സ്വാഭാവികമായും അമേരിക്കയുടെ ചരിത്രത്തിൽ വ്യക്തിപരമായ സ്ഥാനം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാവാം. ഇതിനൊക്കെ ഒപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒത്തിരി പണമൊക്കെ ചിലവാക്കിയല്ലേ പ്രസിഡന്റ് ആയത്. എത്ര കോടി ഡോളർ വാരി എറിഞ്ഞിട്ടാണ് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഉണ്ടാവാം. ഇതെല്ലാം നിൽക്കുമ്പം ഒന്നാമത്തെ ടേം കഴിഞ്ഞ ശേഷം ആ കാലത്തുള്ളതുപോലെ ലോകരാജ്യങ്ങളുമായി ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ പ്രതീക്ഷിക്കേണ്ട. ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് രണ്ടാമത്തെ വേളി വന്നയാൾ സ്വാഭാവികമായും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും ആദ്യത്തെ ടൈമിലുള്ള ആളെ പോലെ വന്നിടയില്ല. ഒരു കാര്യം അത്. വേറൊരു കാര്യം, ഇത്തവണ വന്നു കഴിഞ്ഞപ്പം ഈ ടാരിഫിൻ്റെ പേര് പറഞ്ഞ് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി യൂറോപ്യൻ രാജ്യങ്ങളെ മൊത്തം പിണക്കി മാറ്റി നിർത്തിയിട്ട് പരസ്യമായിട്ട് ഇസ്ലാമിക മതമൗലികവാദത്തിനെതിരെ പറയുമ്പോഴും സൗദി, ഖത്തർ, അതുപോലെ തുർക്കി പോലും, പാകിസ്ഥാൻ, ഈ രാജ്യങ്ങളിലുള്ള ബന്ധങ്ങളിൽ പുതിയ നീക്കങ്ങൾ നടത്തി. ഇപ്പം ഖത്തറിൽ പോയിട്ട് കണ്ടില്ലേ, അവിടെ നിന്നൊരു പ്ലെയിൻ കൊടുത്തു. $400 മില്യൺ മറ്റാണെന്ന് എൻ്റെ വിചാരം, എനിക്കൊന്നും ഉറപ്പില്ലാത്ത വില, ഞാൻ മറന്നുപോയി. അത്ര വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലെയിൻ കൊടുത്തത് സമ്മാനം, ഗിഫ്റ്റാണെന്നാണ് പറഞ്ഞത്. അത് കൈക്കൂലി അല്ലെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? അപ്പോൾ ട്രംപിൻ്റെ ഒരു പോക്ക് വ്യത്യസ്തമായ രീതിയിലാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളെ പോലും പിണക്കിയിട്ടാണെങ്കിൽ പോലും ഇസ്ലാമിക രാജ്യങ്ങളോട് അടുക്കുന്നു. അവസാനം പാകിസ്ഥാനോടും അടുക്കുന്ന ട്രെൻഡ് കാണിച്ചു. ഇവിടെ ചോദിച്ച അടുത്ത ചോദ്യം ഉത്തരം പറയാൻ വരുന്നത്, ഭാരതത്തിലെ ജനങ്ങൾക്കും നരേന്ദ്രമോദിക്കും അബദ്ധം പറ്റിയോ എന്നൊരു ചോദ്യമാണ്. കൃത്യമായ ഉത്തരം അതിനുണ്ട്. ഒരബദ്ധവും പറ്റിയിട്ടില്ല. അതിന് കാരണം അമേരിക്കയും ചൈനയും പാകിസ്ഥാനും 3 ആണവ ശക്തികൾ ഒന്നിച്ചു നിന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഭാരതത്തിനെതിരെയുള്ള അക്രമത്തിൻ്റെ അജണ്ട തയ്യാറാക്കിക്കൊണ്ടിരുന്നവർ എന്നും. അതായത് റിച്ചാർഡ് നിക്സൺ അമേരിക്കൻ പ്രസിഡന്റ് ആവുകയും ഡോക്ടർ ഹെൻറി കിസിഞ്ചർ അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ കാലം തൊട്ട് അദ്ദേഹത്തെ കിസിഞ്ചർ അവിടെ പോയി മാവോ സേതുങ്ങിനെ കണ്ടു. അന്ന് വയ്യാതിരുന്ന മാവോ സേതുങ് കിസിഞ്ചറെ വന്നു കഴിഞ്ഞ ഉടനെ എത്ര ഊഷ്മളമായിട്ടാണ് സ്വീകരിച്ചെന്നൊക്കെയുള്ളത് ചൈനയിലെ മാധ്യമങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്നത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനെ, അന്നത്തെ ആ ശീതസമരകാലത്ത് സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടിയാണ് ചൈനയും അമേരിക്കയും ഒന്നിച്ചു ചേർന്നത്. സോവിയറ്റ് യൂണിയൻ്റെ കൂടെയായിരുന്നു ഭാരതം, ഇൻഡോ സോവിയറ്റ് ട്രീറ്റി അടിസ്ഥാനത്തിൽ. അപ്പം ഭാരതത്തെയും സോവിയറ്റ് യൂണിയനെയും തീർക്കാൻ വേണ്ടി ചൈനയും അമേരിക്കയും കൂടി ഉണ്ടായ കൂട്ടുകെട്ടിന് വേട്ടയ്ക്ക് പോകുമ്പോൾ ഒരു പട്ടിയെ കൂടെ കൂട്ടുന്ന പോലെ കൂട്ടിയ രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ വലിയ രാജ്യമൊന്നുമല്ല, വേട്ടപ്പട്ടിയുടെ റോള്. അതാണ് സോവിയറ്റ് യൂണിയൻ്റെ അഫ്ഗാനിസ്ഥാനിലെ ഇടപെടലിനെയും ചെറുക്കാൻ വേണ്ടി പാകിസ്ഥാനെ വേട്ടപ്പട്ടിയുടെ രൂപത്തിൽ ഉപയോഗിച്ചു. അതുപോലെ ഭാരതത്തിനെതിരെ തിരിയാൻ വേണ്ടി ഒന്ന് ബംഗ്ലാദേശ് യുദ്ധകാലത്ത് അമേരിക്കയും ചൈനയും പാകിസ്ഥാനെ കൂടെ നിൽക്കാൻ നോക്കി. അന്ന് ഒരു അപകടം ഉണ്ടായി. കാരണം വേറൊന്നുമല്ല, ചൈനയിലെ ചെയർമാൻ മാവോയ്ക്കെതിരെ അവിടുത്തെ പ്രതിരോധ മന്ത്രി ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയ കാലമായിരുന്നതുകൊണ്ട് ആ ആഭ്യന്തരമന്ത്രിയെ കൊന്നൊടുക്കുന്നത് വരെ മാവോ സേതുങ് ഫ്രീ അല്ലായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഇന്ത്യയിൽ ഇടപെടാണ്ടിരുന്നത്. അത് വേറൊരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അമേരിക്ക അന്നും ഇന്നും എന്നും ഭാരതത്തിനെതിരാണ്. മോദി ചെയ്തെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോദി അതിന് ഒരു കാര്യം നമ്മൾ ഓർക്കണം. 2004 അടൽ ബിഹാരി വാജ്പേയി വന്ന കാലത്ത് ഭാരതത്തിനെതിരെ സാങ്ഷൻ, 974 യുദ്ധത്തിൽ നമുക്കെതിരെ, 65 യുദ്ധത്തിൽ നമുക്കെതിരെ, 99 കാർഗിൽ യുദ്ധത്തിൽ നമുക്കെതിരെ, ഇങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്കെതിരായിരുന്നു അമേരിക്ക. ഒരിക്കലും അനുകൂലമായിരുന്നില്ല. പാകിസ്ഥാന് വേണ്ടത്ര ആയുധങ്ങൾ, മറ്റ് ധനസഹായങ്ങൾ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന രാജ്യമാണ് അമേരിക്ക.
ആ അമേരിക്കയും പാകിസ്ഥാനും ചൈനയും കൂടെയുള്ള ആ അച്ചുതണ്ടിനെ ആയിരുന്നു നരേന്ദ്രമോദിക്ക് നേരിടേണ്ട സാഹചര്യം വന്നത്. അങ്ങനെ വന്നപ്പോൾ മോദി ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് കൂട്ടരോടും സൗഹൃദത്തിൻ്റെ നീക്കം സ്റ്റാർട്ട് ചെയ്തു. നവാസ് ഷെരീഫിൻ്റെ വീട്ടിൽ പോയ കാര്യമൊക്കെ അറിയാമല്ലോ, പാകിസ്ഥാനിൽ പോയത്. ഇദ്ദേഹമായിട്ടും ഷീ ജിൻപിങ്ങുമായിട്ടും ബന്ധം ശ്രമിച്ചു. അതും പരിശ്രമിച്ച് നോക്കി. അമേരിക്കയിൽ അന്ന് ഡൊണാൾഡ് ട്രംപാണ്. മോദിയെക്കുറിച്ചൊന്നും യാതൊരു ബഹുമാനവും താല്പര്യമുള്ള ആളല്ല. ബാരക് ഒബാമ. ആ ബാരക് ഒബാമയായിട്ടും ഒരു വർക്കബിൾ റിലേഷൻ ഉണ്ടാക്കി. അമേരിക്കൻ കോൺഗ്രസിൽ പോയി പ്രസംഗിച്ചു. അമേരിക്കൻ കോൺഗ്രസിലെ ആ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. 2014 അദ്ദേഹം ഒന്ന് പറഞ്ഞതാണ്, ഗാനമേളയ്ക്കുള്ള സംഗീത ഉപകരണങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു, സംഗീതം തുടങ്ങട്ടെ എന്നുള്ള അടയാളമായി കഴിഞ്ഞിരിക്കുന്നു, ഞാൻ സഹകരണത്തിൻ്റെതായ പുതിയൊരു സംഗീതവും തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു, കഴിഞ്ഞതെല്ലാം മറക്കാം, പുതിയൊരു ലോകത്തേക്ക് നീങ്ങാമെന്ന് അമേരിക്ക ആഹ്വാനം ചെയ്തെന്ന് കൈയടിച്ചുകൊണ്ട് എല്ലാവരും സ്വീകരിച്ചു. പക്ഷെ അമേരിക്കക്കാരൻ്റെ കള്ളത്തരം അന്നും ഇന്നുമുണ്ട്. ബാരക് ഒബാമ പരമാവധി മോദിയെയും ഭാരതത്തെ എതിർക്കാൻ നോക്കി. ആ സാഹചര്യത്തിൽ മൂന്ന് പേരും, ബാരക് ഒബാമയും ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും ഒരുപക്ഷെ ഭാരതത്തിന് അപകടകാരികളാണെന്ന്, അല്ലെങ്കിൽ യോജിപ്പില്ലാത്തവരാണെന്ന്, അല്ലെങ്കിൽ ഭാരതത്തിന് നന്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തതായപ്പം അവരെ ഡീൽ ചെയ്യുമ്പം അമേരിക്കൻ പ്രസിഡന്റിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇത് രാഹുൽ ഗാന്ധിക്കേ പറ്റുള്ളൂ. അങ്ങനെയുള്ള അഹങ്കാരബോധമൊക്കെ രാഹുൽ ഗാന്ധിക്കേ ഉള്ളൂ. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റുമോ? അപ്പോൾ ഉള്ള ആരാണ് പ്രസിഡൻ്റായിട്ട് വരുന്നത് ആ ആളെ മാനേജ് ചെയ്യുക. ആ മാനേജ് ചെയ്യുന്ന കാര്യമാണ് നരേന്ദ്രമോദി വളരെ നയതന്ത്ര കൗശലത്തോടെ ചെയ്തത്. അതിന് ഉദാഹരണം പറയാം. കാർഗിൽ സമയത്ത് അന്ന് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയൊന്നുമല്ല. കാർഗിൽ സമയത്ത് യുദ്ധകാല സാഹചര്യത്തിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ അമേരിക്കയിലേക്ക് അനൗപചാരികമായ നയതന്ത്ര ബന്ധങ്ങൾക്ക് പറഞ്ഞു വിട്ടയാളാണ് നരേന്ദ്രമോദി. അത് TP ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ മോദി ഡിപ്ലോമസി എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അന്ന് തൊട്ട കാര്യങ്ങളൊക്കെ പഠിച്ച് മാത്രമല്ല, മോദി ഈ ജനുവരിയിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രചാരകനായി ജീവിച്ച കാലത്ത് പോലും 29 അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ടെന്ന്. അവിടെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മിടുക്കും സാമർഥ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഭാരതത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഒരു കാര്യം കൂടി ഓർക്കുക. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരട്ടും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും OYCയും കുഞ്ഞാലിക്കുട്ടിയും NK പ്രേമചന്ദ്രനും എല്ലാം കൂടെ എഴുതി അപേക്ഷിച്ചു നരേന്ദ്രമോദിക്ക് വിസ കൊടുക്കരുതെന്ന്. നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ച രാജ്യമാണ്. അതുകൊണ്ട് ആ രാജ്യമായിട്ട് പ്രധാനമന്ത്രിയായ ശേഷം ഒരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. ഡിപ്ലോമാറ്റിക്കായിട്ട് രാജ്യ താല്പര്യം മുമ്പിൽ നിർത്തിക്കൊണ്ട് കൃത്യമായ ഇടപെടലുണ്ടായി. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ആ ഫ്രാൻസിൽ നടന്ന കാലാവസ്ഥ 2014 ശേഷം ലോക ക്ലൈമാറ്റിക് ചേഞ്ചിനെ സംബന്ധിക്കുന്ന ആ സമ്മേളനത്തിൽ അമേരിക്കയുടെ നിലപാടിന് കൃത്യമായി എതിര് നിന്നുകൊണ്ട് വേറിട്ട നിലപാടെടുത്തുകൊണ്ട് ലോകത്തിന് മുമ്പിൽ ഭാരതത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ച ആളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് നരേന്ദ്രമോദിക്കും ഭാരതത്തിനും അമേരിക്കയിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ആരാണെങ്കിലും അവരുടെ താല്പര്യവും ലക്ഷ്യവും തന്ത്രവും കുതന്ത്രവും എന്താണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയണം. സർ, അത് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ആശങ്കയുള്ള ഒരു കാര്യമുണ്ട്. പാകിസ്ഥാനുമായി ഇത്തരത്തിലുള്ള ഒരു സൗഹൃദത്തിൽ അമേരിക്ക പോകും തോറും പാകിസ്ഥാന് ഒരു ബലമാണ് കിട്ടുന്നത്. അപ്പം ഇത്തരത്തിൽ നമുക്ക് അറ്റാക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആശങ്കപ്പെടേണ്ടതില്ല. രഞ്ജൻ ചോദിച്ചത് വളരെ ശരിയാണ്. ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അമേരിക്കയുടെ ബന്ധത്തിൽ നിന്നൊരു യൂട്ടേൺ അടിച്ച് ബന്ധം വേണ്ടെന്ന് വെക്കണമെന്നൊരു ഒരിക്കലും പറയാൻ പറ്റില്ല. രഞ്ജനെ പറഞ്ഞ കാര്യങ്ങളുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സൂക്ഷിക്കുക. ആ കൂടുതൽ സൂക്ഷിക്കുന്നതിൻ്റെ വഴി എന്താ? ഭാരതം രണതന്ത്രപരമായും ആയുധ സമ്പത്തിൻ്റെ പേരിലും
സാമ്പത്തിക ശക്തിയുടെ പേരിലും കൂടുതൽ ശക്തമാവുക. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക മേക്ക് അമേരിക്ക ഗേറ്റ് എന്ന് അവിടെ പറയുമ്പോൾ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എന്ന് പറയുന്നതിന് ഒരു മടിയുമില്ലാതെ എല്ലാ മേഖലകളിലും ഭാരതത്തിൻ്റെ വളർച്ച ഉറപ്പാക്കുക. പിന്നെ കോവിഡ് പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പം പ്രശ്നപരിഹാരത്തിന് ലോകത്തിന് മുമ്പ് നിൽക്കുക. ഒപ്പം തന്നെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അമേരിക്കയുടെയും എല്ലാം പൊതു സ്വത്താണെന്ന് പറയാവുന്ന അമേരിക്കയുടെ പാകിസ്ഥാൻ്റെ ആണവ ശേഖരം ഞങ്ങൾക്കൊരു വെല്ലുവിളിയല്ലെന്ന് ഈ പഹൽഗാമിന് ശേഷമുള്ള സിന്ദൂർ ഓപ്പറേഷൻ കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞ മോദിക്കും ഭാരതത്തിനും അതൊക്കെ സാധിക്കും. ആരെതിർത്താലും ആര് കൂടെ നിന്നാലും ആരും നിന്നില്ലെങ്കിലും ഭാരതം തനിയെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര വളരെ ശക്തമായും വ്യക്തമായും നയിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.